പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ നടന്ന മോഷണത്തിൽ 2 പേർ അറസ്റ്റിൽ. ഒരാൾ അറസ്റ്റിലായത് അൾജീരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കസ്റ്റഡിയിലെടുത്തത് ഫ്രഞ്ച് പോലീസ്. രേണുക ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രേണുക, ഈ മോഷണവുമായി ബന്ധപ്പെട്ട 2 പേർ ഇപ്പോൾ ഫ്രഞ്ച് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആര്യ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം എന്നറിയപ്പെടുന്ന പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ വലിയൊരു മോഷണം നടന്നത്. ഒരുപക്ഷെ ആഭരണങ്ങളടക്കമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വാർത്തകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾക്ക് പുറമെ അത് മോഷണത്തിൽ പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ മോഷണത്തിൽ കുറ്റക്കാരായിട്ടുള്ള 2 പേരെ പാരീസ് ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്തത് അൾജീരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പാരീസിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായിട്ടുള്ള ചാൾസ് ഡെ ഗൗരയിൽ വെച്ചാണ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റേയാളെ എവിടെ നിന്നാണ് പിടികൂടിയത് എന്നുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. ഫ്രഞ്ച് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ പാരീസിലെ മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ മോഷണം നടന്നിട്ട് ഇതുവരെയും തൊണ്ടിമുതലുകളൊന്നും തിരിച്ചെടുക്കാനായിട്ടില്ല എന്നുള്ള വസ്തുത കൂടി മോഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത്തരത്തിൽ 2 ആളുകളെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും മാധ്യമങ്ങളും പോലീസും ഇതുവരെ വ്യക്തത നൽകിയിട്ടില്ല. ആര്യ, ശരി, രേണുകയാണ് വിശദാംശങ്ങൾ നൽകിയത്.